ഹലോ എവരിവൺ, ഞാൻ ഡോക്ടർ സേവിയർ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ആടലോടകത്തിനെ പറ്റി പറയാം. ആടലോടം നിങ്ങൾക്ക് പലർക്കും അറിയാം. പണ്ട് കാലങ്ങളിലൊക്കെ ഈ വേലികളോട് ചേർന്നൊക്കെ എല്ലാ പറമ്പുകളിലും ധാരാളമായിട്ട് ആ വേലി കൂടെ അതിനിടയിൽ കൂടെ പൂച്ചയും മറ്റു ജീവികളൊക്കെ കടക്കാതിരിക്കാനായിട്ട് ഒരു തടയായിട്ട് ഒരു വേലി പോലെ ഉപയോഗിക്കാനായിട്ട് നട്ടു വളർത്തിയിരുന്നു. ഇപ്പൊ ഇതൊക്കെ വളരെ അപൂർവങ്ങളിൽ അപൂർവമായി മാറി. പക്ഷെ എന്നാലും നിങ്ങളിൽ പലർക്കും ആടലോടകത്തിന്റെ ഉപയോഗങ്ങൾ അറിയാം, ആടലോടകം കണ്ടിട്ടുള്ളവരാണ്. ഞാനിവിടെ ഇതിന്റെ തമ്പനയില് അല്ലെങ്കിൽ ലാസ്റ്റ് എൻഡിൽ ഒരു സ്ക്രീനിൽ കാണിക്കാട്ടോ. എന്താ വെച്ചാൽ ഇത് രണ്ട് തരത്തിലുണ്ട്. രണ്ട് തരം നമ്മൾ സാധാരണ കാണുന്നുണ്ട്. അതായത് വലിയ ഇലയുള്ളതും ചെറിയ ഇലയുള്ളതും. ചെറിയ ഇലയുള്ളതാണ് കൂടുതൽ ഫലപ്രദം. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ തിരിച്ചറിയണം. ആടാതോട വാസിക്ക എന്ന് പറയും, ആടാതോട ബഡോമി എന്ന് പറയും. അത് രണ്ട് വെറൈറ്റി. ആടാതോട വാസിക്കയാണ് വലിയ ഇലയുള്ള വലിയ ആടലോടകം. ചെറിയ ആടലോടകം ആടാതോട ബഡോമി എന്നാണ് ബൊട്ടാനിക്കൽ നെയിം പറഞ്ഞെന്ന് മാത്രം. ഓക്കെ, അപ്പൊ അതിൽ ചെറിയ ആടലോടകത്തിന്റെ ഇലയാണ് നമുക്ക് കൂടുതൽ പ്രയോജനപ്രദമാവുക. ഓക്കെ, അപ്പൊ ഇതിന് ഒട്ടനവധി ഗുണങ്ങളുണ്ട്. നമുക്ക് ഇതിന് രക്തസ്തംഭന പ്രോപ്പർട്ടി ഉണ്ട്. അതുപോലെ കഫക്കെട്ടിനെ കുറയ്ക്കും. അതുപോലെ ഈ ബ്ലീഡിങ്ങുമായി ബന്ധപ്പെട്ട എല്ലാ സംഗതികളിലും ഉപയോഗിക്കുന്നതുകൊണ്ട് അതെന്തുകൊണ്ടാണ് വർക്ക് ചെയ്യണത്? ഈ രക്തത്തിനെയും പിത്തത്തിനെയൊക്കെ നിയന്ത്രിച്ച് നിർത്താൻ സാധിക്കുന്നുണ്ട്, രക്തധാതുവിനെയും പിത്തത്തിനെയൊക്കെ. അതുകൊണ്ട് രക്തവാത രോഗികൾക്ക് തയ്യാറാക്കുന്ന മിക്കവാറും കഷായങ്ങളും ആടലോടകത്തിന്റെ വേരും കൂടെ ചേർക്കാറുണ്ട്. പിന്നെ ബ്ലീഡിംഗ് പൈൽസിന് ഉപയോഗിക്കാം. അമിതമായിട്ടുള്ള എക്സസീവ് മെൻസ്ട്രൽ ബ്ലീഡിംഗ് ഉണ്ടെങ്കിൽ ഉപയോഗിക്കാം. അതുപോലെ ഈ ക്രോണിക് ധാരാളം കഫം കെട്ടിയിട്ടുണ്ടാവുന്ന കഫക്കെട്ട്, ചുമ വളരെ നാൾ നീണ്ടു നിൽക്കുന്ന പഴകിയ ചുമയില്, അത്തരം അവസ്ഥയിൽ ഉപയോഗിക്കാം. പിന്നെ ചുമച്ച് ചിലർക്ക് ഇങ്ങനെ ചെറുങ്ങനെ ബ്ലഡ് വരും, ഇങ്ങനെ ചുമച്ചിട്ടേ ആ കഫത്തില് ചോരയുടെ അംശം കാണും. അത്തരം അവസ്ഥയിൽ ചിലർക്ക് മൂക്കിൽ കൂടെ ഹെമറ്റമെസിസ് എന്ന് പറഞ്ഞ രക്തപിത്തം എന്ന് പറഞ്ഞ കണ്ടീഷൻ, മൂക്കിലൂടെ അല്ലെങ്കിൽ മൂത്രനാളിയിൽ കൂടെയൊക്കെ ബ്ലഡ് വരുന്ന അവസ്ഥയുണ്ട്. അവിടെ ഇത് ഉപയോഗിക്കാം. ഇത്തരം അവസ്ഥകളിലൊക്കെ ഇത് എങ്ങനെയാണ് ഉപയോഗിക്കാന്ന് പറയാം, വിശദമായിട്ട് പറയാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ശ്രദ്ധിച്ച് കണ്ടാൽ മനസ്സിലാവും. അത് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, എല്ലാ ഗ്രൂപ്പുകളിലും ഷെയർ ചെയ്യുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ താഴെയുള്ള റെഡ് ബട്ടൺ പ്രസ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. അപ്പോൾ നമ്മൾ ഡെയിലി രാത്രി 9 മണിക്ക് പോസ്റ്റ് ചെയ്യുന്ന വീഡിയോന്റെ ലിങ്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോ ആരംഭിക്കാം. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആടാതോട വാസിക്ക എന്നാണ് വലിയ ആടലോടകത്തിന്റെ ബൊട്ടാനിക്കൽ നെയിം. ആടാതോട ബഡോമി എന്നാണ് ചെറിയ ആടലോടകത്തിന്റെ ബൊട്ടാനിക്കൽ നെയിം. ഓക്കെ, ഇതിന് ശീതവീര്യാണ്, തിക്ത കടു രസമാണ്, അതുപോലെ ലഘു രൂക്ഷ ഗുണമാണ്, കടു വിഭാഗമാണ്. ഓക്കെ, ഇതാണ് ഇതിന്റെ ആയുർവേദ പ്രോപ്പർട്ടീസ്. അതുകൊണ്ടാണ് ഇത് ഇത്തരം അവസ്ഥകളിലൊക്കെ ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നത്. മനസ്സിലായോ? ഇത് കാസഗ്ന ഗണങ്ങളുടെ ഔഷധങ്ങളിലാണ് ഇത് പെടുത്തിയിരിക്കുന്നത്. ആചാര്യന്മാർ ടെക്സ്റ്റിൽ റെഫറൻസ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഭാവപ്രകാശത്തിലും ഒക്കെ പറയുന്നുണ്ട്, പ്രതിപാദിക്കുന്നുണ്ട്. അതുപോലെ അഷ്ടാംഗത്തിലും ചരകത്തിലും ഒക്കെ ഇത് ചേർത്തുള്ള ഒരുപാട് ഔഷധങ്ങൾ തയ്യാറാക്കാനായിട്ടുള്ള യോഗങ്ങൾ പ്രതിപാദിച്ചു വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇന്ന് ഇതുകൊണ്ട് ചെയ്യാവുന്ന ചില പൊടിക്കൈകൾ പ്രയോഗിക്കാം, ഇവിടെ പരിശോധിക്കാം. അതായത് നമുക്ക് ഇത് ചെറിയ ആടലോടകം ഉണ്ടല്ലോ, സമൂലം പറിച്ചെടുത്തിട്ട് അത് കഴുകി കൊത്തി നുറുക്കി ചതച്ച് കഷായം വെക്കാം വിധിപ്രകാരം. അതായത് ഒരു 100 ഗ്രാം എടുക്കുന്നുണ്ടെങ്കിൽ അതിന് 2 ലിറ്റർ വെള്ളം ഒഴിക്കണം. അത് 4 വറ്റിക്കണം. അത് പിഴിഞ്ഞ് അരിച്ച് കളഞ്ഞിട്ട് വീണ്ടും പകുതിയാക്കി വറ്റിച്ച് അതിനെ നമ്മൾ സൂക്ഷിച്ച് ഒരു 3-4 ദിവസം സൂക്ഷിച്ച് കാലത്തും രാത്രിയും ദിവസേന ചൂട് പിടിപ്പിക്കണം. അല്ലെങ്കിൽ അതിൽ ഫംഗസ് ഒക്കെ വരും. ഡെയിലി ചൂടാക്കി ഇറക്കി വെക്കുക. അത് രാവിലെയും രാത്രിയും ഒരു 75 മില്ലി വീതം ഒരു 3-4 ദിവസത്തേക്കുള്ള കഷായം ഇങ്ങനെ തയ്യാറാക്കി വെക്കാൻ പറ്റും. ഓക്കെ, അങ്ങനെ പതിവായിട്ട് സേവിച്ച് കഴിഞ്ഞാൽ ഇത് ഒരുപാട് ഉപയോഗങ്ങൾ ഉപയോഗിക്കാം. അപ്പൊ ഇങ്ങനെ തയ്യാറാക്കി വെക്കുന്ന കഷായത്തിൽ തെങ്ങിൻ ചക്കര ചേർത്ത് കഴിക്കുകയാണെങ്കിൽ ഈ മെൻസ്ട്രൽ ബ്ലീഡിങ്, എക്സസീവ് ബ്ലീഡിങ് നിൽക്കാത്ത അവസ്ഥയിൽ ഇങ്ങനെ തയ്യാറാക്കിയ കഷായത്തിൽ തെങ്ങിൻ ചക്കര മേമ്പൊടി ചേർത്ത് സേവിക്കുകയാണെങ്കിൽ ആ അമിതമായ രക്തസ്രാവം സ്ത്രീകളിൽ നിയന്ത്രിച്ച് നിർത്തുന്നതിന്, കുറയുന്നതിന്, അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ കുറയുന്നതിന് സഹായിക്കും. ഓക്കെ, ഈ ചെറിയ ആടലോടകത്തിന്റെ വേരും ഇലയും തണ്ടും പൂവും എല്ലാം സമൂലം പറിച്ചെടുത്ത് കഷായം വെച്ചതിൽ തെങ്ങിൻ ചക്കര മേമ്പൊടി ചേർത്ത് രാവിലെയും രാത്രിയും പതിവായിട്ട് സേവിക്കുകയാണെങ്കിൽ അമിതമായ രക്തസ്രാവം നിയന്ത്രിക്കുന്നതിന് സഹായിക്കും. ഇതേപോലെ തന്നെ നമുക്ക് ബ്ലീഡിംഗ് പൈൽസ് ഉണ്ടാവുക, അമിതമായ രക്തസ്രാവം, ബ്ലീഡിംഗ് പൈൽസ്, മലദ്വാരത്തിൽ കൂടെ രക്തം പോകുന്ന അവസ്ഥ. ഈ അവസ്ഥയിൽ ഇതേ കഷായം നമ്മൾ ശർക്കരയ്ക്ക് പകരം തേൻ മേമ്പൊടി ചേർത്ത് സേവിക്കുക. അപ്പോൾ ആ ബ്ലീഡിങ് നിയന്ത്രിച്ച് നിർത്തുന്നതിന് സഹായിക്കും. ഓക്കെ, അപ്പോൾ അതായത് ഒരു ഡോസ് കഷായം ഒരു 75 മില്ലി എടുക്കുന്നുണ്ടെങ്കിൽ അതിലേക്ക് 1 ടീസ്പൂൺ തേൻ ചേർക്കുക. ഓക്കെ, അത് ചേർത്ത് രാവിലെയും രാത്രിയും ഭക്ഷണത്തിന് മുമ്പ് പതിവായിട്ട് സേവിക്കുകയാണെങ്കിൽ ബ്ലീഡിംഗ് പൈൽസ് നിയന്ത്രിച്ച് നിർത്തുന്നതിന് സഹായിക്കുന്നു. അതേപോലെ ഇത് ഇടിച്ചു പിഴിഞ്ഞ നീര്, ഇതിന്റെ ഇല ചെറിയ ആടലോടകത്തില ചെറുതായിട്ടൊന്ന് വാട്ടി ഇടിച്ചു പിഴിഞ്ഞ നീരെടുക്കുക. അതൊരു 15 മില്ലി നീരിലേക്ക് 1 ടീസ്പൂൺ
1 ടീസ്പൂൺ തേൻ ചേർത്തിട്ട് രാവിലെയും രാത്രിയും ഭക്ഷണ ശേഷം പതിവായിട്ട് സേവിക്കുകയാണെങ്കിൽ ഈ ചുമച്ച് കഫം തുപ്പി വരിക, കഫത്തിൽ ചെറുങ്ങനെ ബ്ലഡിഷ് ഒരു റെഡിഷ് രക്തത്തിന്റെ അംശം കാണുന്നുണ്ടെങ്കിൽ അത്തരം അവസ്ഥയിൽ ഇത് നിയന്ത്രിച്ച് നിർത്തുന്നതിന് സഹായിക്കും. ഇത് പതിവായിട്ട് സേവിക്കണം, കുറച്ച് ദിവസം കൊണ്ടൊന്നും സാധിക്കില്ല. പിന്നെ ഇതിന്റെ അടലോടകത്തിന്റെ വേര് നമുക്ക് കഷായം വെച്ച് സേവിച്ചാൽ ഇതുപോലെ മൂത്രനാളി വഴി അതുപോലെ മൂക്കിലൂടെ രക്തം പോകുന്ന അവസ്ഥയിലൊക്കെ ഈ അടലോടകത്തിന്റെ വേരും മറ്റ് ഔഷധങ്ങളും കൂടെ ചേർത്ത് കഷായം വെച്ച് സേവിക്കാറുണ്ട്. മനസ്സിലായോ? അപ്പൊ അതിനായിട്ടും ഹെമറ്റമസിസ് എന്ന് പറയുന്ന കണ്ടീഷൻ, മൂക്കിലൂടെ രക്തം വരാം, അതല്ലെങ്കിൽ മൂത്രനാളി വഴി രക്തം വരാം. ഇത്തരം അവസ്ഥയിൽ തയ്യാറാക്കുന്ന പല ഔഷധ കഷായങ്ങളിലും ആടലോടകത്തിന്റെ വേര് ചേർത്ത് കഷായം വെച്ച്, വേര് മാത്രമേ എടുക്കുള്ളൂ, കഷായം വെച്ച് ഉപയോഗിക്കാറുണ്ട്. ഓക്കെ. ഇനി ക്രോണിക് കണ്ടീഷൻ, ഭയങ്കരമായ കഫക്കെട്ടുണ്ട്, വളരെ കാലമായിട്ട് ദീർഘനാളായിട്ട് ഒരുപാട് പഴകിയ ചുമയാണ് നിൽക്കുക. അത്തരം അവസ്ഥയിൽ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഈ ആടലോടകത്തിന്റെ ഇലയുടെ നീര് ഇടിച്ച് പിഴിഞ്ഞെടുക്കണം. അതിലേക്ക് കുരുമുളകിന്റെ പൊടി മേമ്പൊടി ചേർക്കണം. കുരുമുളക് പൊടി വേണം. അത് ചേർത്ത് കഷായം വെച്ച് അത് ആ സ്വരസത്തിൽ ചെറിയ അടലോടകത്തിലെ വാട്ടിപ്പിഴിഞ്ഞ നീരിൽ കുരുമുളകിന്റെ പൊടി മേമ്പൊടി ചേർത്തിട്ട് പതിവായിട്ട് ഇങ്ങനെ പലവട്ടമായിട്ട് കഴിക്കാമെങ്കിൽ അത് നല്ലതാണ്. അതുപോലെ ഒരുപാട് ചുമച്ച് TB എന്ന് വിളിക്കാൻ പറ്റില്ല, അതിന് സമാനമായ അവസ്ഥ. നമുക്ക് വാരിപ്പുറങ്ങളിലും നെഞ്ചത്തൊക്കെ കലശലായ വേദന വരും, ശരീരം വല്ലാതെ മെലിഞ്ഞു വരും, വളരെ കാലം ഈ ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസും ആസ്മാറ്റിക് കണ്ടീഷനും ഡസ്റ്റ് അലർജി, സ്നീസിങ്, രാവിലെ പതിവായിട്ട് തുമ്മ, അങ്ങനെയൊക്കെ തുടങ്ങിയിട്ട് അവസാന കാലമാകുമ്പോൾ വളരെ ശരീരം മെലിഞ്ഞു വരും. അതായത് ആ ധാതുക്ഷയം സംഭവിക്കുന്ന അവസ്ഥയുണ്ട്. അത്തരം അവസ്ഥയിൽ ഇത് ഉപയോഗിക്കാനായിട്ട് പറ്റും. അതെങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 മരുന്നാണ് വേണ്ടത്. അതിന് കണ്ടകാരിച്ചുണ്ടയുടെ വേര് വേണം, കണ്ടകാരിച്ചുണ്ട വേര് വേണം, പുഷ്കരമൂലത്തിന്റെ വേര് വേണം, ആടലോടകത്തിന്റെ വേര് വേണം. ഈ 3 സംഗതിയും കൂടെ കഷായം വെച്ചിട്ട് തേൻ മേമ്പൊടി ചേർത്തിട്ട് സേവിക്കുകയാണെങ്കിൽ ഇതുപോലെ പഴകിയ ചുമ, നമുക്ക് ധാതുക്ഷയം സംഭവിക്കുകയും അതുപോലെ TB ആണോ എന്ന് സംശയിച്ചു പോകും. ചുമച്ച് സ്ഥിരമായിട്ട് ചുമ, വർഷങ്ങളോളം തുടർച്ചയായിട്ടുള്ള ചുമ. അത്തരം അവസ്ഥയിൽ പുഷ്കരമൂലത്തിന്റെ വേര്, കണ്ടകാരിച്ചുണ്ട വേര്, ആടലോടകത്തിന്റെ വേര്, മനസ്സിലായില്ലേ? സംശയമില്ലോ? ഇത് 3ന്റെയും വേര് വിധിപ്രകാരം കഷായം വെച്ചിട്ട് അതിൽ തേൻ മേമ്പൊടി ചേർത്ത് കഴിക്കുകയാണെങ്കിൽ ഇത്തരം ചുമ ശമിക്കുന്നതിന് സഹായിക്കുന്നതാണ്. അപ്പൊ ഇത് രക്തവാദ സംബന്ധമായ രോഗങ്ങൾക്ക് തയ്യാറാക്കുന്ന കഷായങ്ങൾക്ക് ഇത് ചുവന്നരത്തയുടെ കൂടിയും കുറുന്തോട്ടിയുടെ കൂടിയും ഒക്കെ ആടലോടകത്തിന്റെ വേര് ചേർത്ത് കഷായം വെക്കാറുണ്ട്. അതുപോലെ ഇത്തരം ക്രോണിക് പഴകിയ ചുമ പോലുള്ള അവസ്ഥകളിൽ രക്തം വരുന്നതിന് ബ്ലീഡിങ്, ഹെമറ്റമെസിസ്, മൂക്കിലൂടെ രക്തം വരിക, മൂത്രനാളിക്കൂടെ രക്തം വരിക, അത്തരം അവസ്ഥകളിലും ഇതിന്റെ കഷായങ്ങൾ ഇത് സമൂലം എല്ലാം ഉപയോഗപ്രദമാണ്. വേരും തണ്ടും ഇലയും പൂവും എല്ലാം ഔഷധയോഗ്യമായിട്ടുള്ള ഭാഗമാണ്. എന്നാലും കോമൺലി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അതിന്റെ ഇലയുടെ സ്വരസടിച്ച് പിഴിഞ്ഞ് നീരെടുത്ത് അതിൽ അല്പം തേൻ ചേർത്ത് കഴിച്ചാൽ ഈ ചുമ നിയന്ത്രിച്ച് നിർത്താനായിട്ട് സഹായിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഓക്കെ. അതുപോലെ ഇതിന്റെ വേരിന്റെ കഷായത്തിനും ഇങ്ങനെ ഔഷധ ഗുണങ്ങളുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ആവർത്തിച്ച് കാണുക, മനസ്സിൽ ഉറപ്പിക്കുക, മറ്റെല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനുമുമ്പ് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് വീഡിയോ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഞാൻ ഡോക്ടർ സേവിയർ, ആദ്യം ആയുർവേദം.